നിൽക്കൂ. അനുവാദം കൂടാതെ അകത്ത് കടക്കാൻ പാടില്ല. ഓ, മണ്ണും മലിനജലവും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വൃത്തിഹീനമായ ഈ കുന്നുകയറാൻ അനുവാദം വേണമെന്നോ? ഇതെന്താ സർവാധിപനായ ചക്രവർത്തിയുടെ കൊട്ടാരമോ? നിർത്തൂ. സർവേശ്വരനായ ഭഗവാന്റെ ആവാസസ്ഥാനമായ കൈലാസം സർവരും നമിക്കുന്ന പുണ്യഭൂമിയാണിത്. അതിനെ വെറും മഞ്ഞുമലയായി കണ്ട് പുച്ഛിക്കുന്നു. പുച്ഛിക്കാനുള്ള യോഗ്യത നമുക്കുണ്ട്. നമ്മുടെ മകൾ അപഹരിച്ചു കൊണ്ടുപോയവൻ നമുക്കങ്ങനെ ദൈവമാകും? വെറും ജാമാതാവ് മാത്രം. ജാമാതാവിനെ കാണാൻ ശ്വശുരന് ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. എന്റെ സ്വാമിയെ വല്ലാതെ നിന്ദിക്കുകയാണ് നിങ്ങൾ. അദ്ദേഹം വന്ധ്യനായ ദൈവമാണെന്ന് സമ്മതിച്ചാൽ കടന്നു പോകാൻ അനുവാദം നൽകാം. അദ്ദേഹത്തിന്റെ ശ്വശുരനാണെന്ന ഗർവിൽ കടന്നു പോകാൻ കഴിയില്ല. ഇല്ല, ശിവൻ ദൈവമാണെന്ന് നാം ഒരിക്കലും സമ്മതിക്കില്ല. പുലിത്തോൽ, ചുടലഭസ്മം, കപാലം തുടങ്ങി അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വസ്തുക്കൾ ധരിക്കുന്നവനാണോ ദൈവം? ദൈവം നിന്ന് നിർത്തൂ. കടക്ക് പുറത്ത്. കടക്കുന്നു. ദക്ഷ പ്രജാപതിക്ക് കൈലാസം വിലക്കിയതിന്റെ കയ്പ് നിറഞ്ഞ അനന്തരഫലങ്ങൾ നീയൊക്കെ അനുഭവിച്ചിരിക്കും. ദേവ, അങ്ങ് ഈ ഹിമവൽ ശൃംഗത്തിൽ തപസ് അനുഷ്ഠിച്ചിട്ട് പോലും നമ്മുടെ പിതാവിന് കൈലാസത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചത് എന്തേ? നാം നിഷേധിച്ചില്ല ദേവി. അങ്ങ് നിഷേധിച്ചില്ല, പക്ഷേ നന്ദികേശൻ അദ്ദേഹത്തെ തടഞ്ഞു. തടഞ്ഞതല്ല, അനുവാദം വാങ്ങണമെന്നേ അറിയിച്ചുള്ളൂ. ആ ശത്രുതയിൽ അദ്ദേഹം സ്വയം മടങ്ങിപ്പോയതാണ്. തന്റെ പുത്രിമാരെ കൂട്ടത്തോടെ പാണിഗ്രഹണം ചെയ്ത പുരുഷൻ ഒരു പുത്രിയെ മാത്രം സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ പാടെ അവഗണിച്ചു കളഞ്ഞു. അവഗണിക്കപ്പെട്ട പുത്രിമാരുടെ അവസ്ഥയിൽ മനം നൊന്ത് പിതാവ് പുത്രിമാരുടെ ഭർത്താവായ ചന്ദ്രദേവനെ ശപിച്ചത് പുത്രിമാരോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ആധിക്യം കൊണ്ടാണ്. താൻ ശപിച്ച ശത്രുവിന് അങ്ങ് ശാപമോക്ഷം നൽകിയപ്പോൾ മിത്രമായിരുന്ന അങ്ങ് പിതാവിന് ശത്രുവായത് സ്വാഭാവികമല്ലേ? എന്നിട്ടും ഞാൻ അങ്ങയോടൊപ്പം ഇറങ്ങി വന്നു. നമ്മൾ ഇരുവരോടുമുള്ള പകയും വൈരാഗ്യവും ഉള്ളിൽ കത്തിക്കാളുമ്പോഴും കൈലാസത്തിൽ വന്ന് പുത്രിയെയും ഭർത്താവിനെയും കാണാനുള്ള മനസ്സുണ്ടായില്ലേ നമ്മുടെ പിതാവായ ദക്ഷന്? അങ്ങനെയുള്ള പിതാവിനെ അകത്ത് കടക്കാൻ അനുവദിക്കാതെ കവാടത്തിൽ തടഞ്ഞു വെച്ച് മടക്കി അയച്ചത് നീതിയാണോ, ന്യായമാണോ, മര്യാദയാണോ ദേവ? നമ്മുടെ പിതാവായ ദക്ഷ പ്രജാപതി ചക്രവർത്തിയാണ്, തപസ്വിയാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനാണ്. മഹാമേരുവോളം ഔന്നത്യമുള്ള വ്യക്തിത്വത്തെ വെറും ചിതൽപുറ്റിന് സമാനനായ നന്ദിയെ കൊണ്ട് പ്രതിരോധിപ്പിച്ച് അധമനായി മടക്കി വിട്ടതിൽ എന്ത് ന്യായമാണ് അങ്ങേക്ക് പറയാനുള്ളത്? എന്ത് മഹത്വമാണ് ഉയർത്തിക്കാട്ടാനുള്ളത്? ദേവി, ശാന്തപ്രകൃതിയായാലും പിതാവിനെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഇറങ്ങിത്തിരിച്ച ദേവിയിൽ അളവറ്റ പിതൃസ്നേഹമുണ്ട്, ഒപ്പം ഭർത്തൃസ്നേഹവുമുണ്ട്. അതിലിപ്പോൾ മേൽക്കൈ നേടിയിരിക്കുന്നത് പിതൃസ്നേഹമാണ്. പിതൃസ്നേഹം ദേവിയിൽ അന്ധതയായി പടർന്നിരിക്കുന്നു. സ്വാമി ഭക്തനായ നന്ദികേശൻ പ്രവർത്തിച്ചത് അയാളുടെ ധർമ്മമാണ്, കടമയാണ്. ശിവനെ ഒരിക്കലും ദൈവമായി കാണില്ല. അധമരിൽ അധമനായ മരുമകന്റെ സ്ഥാനമേ ഉണ്ടാകൂ എന്ന ദക്ഷപ്രജാപതിയുടെ ധാർഷ്ട്യം സ്വാമി ഭക്തനായ നന്ദിക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയുന്നതിനപ്പുറമാണ് ദേവി. സമചിത്തത പാലിച്ചാലും ദേവി, പിതാവിനോടുള്ള സ്നേഹവും കടപ്പാടും മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ഭർത്താവിനോടുള്ള സ്നേഹത്തിനും കടപ്പാടിനും പ്രാധാന്യം നൽകാനും ദേവി ശ്രദ്ധിക്കുക. ഉത്തമ ഭാര്യയായി ദേവി വർത്തിക്കുക.
നാരായണ നാരായണ നാരായണ. പ്രണാമം ദേവർഷേ. പ്രണാമം. യാഗം തുടങ്ങാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. പണി തീർത്ത യാഗശാലയിൽ ആദ്യമായി പതിയേണ്ടത് അങ്ങയുടെ തൃച്ചേവടികളാണ്. യാഗശാലയെക്കുറിച്ചുള്ള അങ്ങയുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അനുഗ്രഹാശസ്സുകളും അങ്ങയുടെ സഹോദരനായ നാം കാക്ഷിക്കുന്നു പ്രഭോ. നാരായണ നാരായണ. നാം സ്വർലോകത്തെത്തിപ്പെട്ടോ എന്നൊരു സന്ദേഹം. ഇതിനകം എത്രയോ യാഗശാലകൾ നാം സന്ദർശിച്ചിരിക്കുന്നു. ഇത്രയ്ക്ക് പ്രൗഢവും മികവുറ്റതും നയനമനോഹരവുമായ ഒരു യാഗശാല സകലമാന ജീവജാലങ്ങളും ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. നാരായണ നാരായണ. ഭൂലോകത്തിന്നുവരെ ഇതുപോലൊരു യാഗശാല ഉണ്ടായിട്ടില്ല. ഭാവിയിൽ ദക്ഷയാഗത്തെ വെല്ലുന്ന ഒരു യാഗവും ഉണ്ടാവരുത്. ഇല്ല ദക്ഷ മഹാരാജൻ. ദക്ഷയാഗം പോലെ കീർത്തിപ്പെടുന്ന ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. യാഗം നടത്തുന്ന ദക്ഷ പ്രജാപതിക്കുണ്ടാകാൻ പോകുന്നത് പോലെ ഒരു അനുഭവം മറ്റൊരു രാജാവിനും ഉണ്ടാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നാരായണ നാരായണ. ആട്ടെ, യാഗത്തിന് അതിഥികളെ ക്ഷണിച്ചു തുടങ്ങിയോ? തുടങ്ങി. പലരെയും നാം നേരിട്ട് ക്ഷണിച്ചു കഴിഞ്ഞു. വളരെ പേരെ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം എത്തിക്കാൻ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ശിവനും ദാക്ഷായണിയും അവരെ മാത്രം നാം ക്ഷണിക്കില്ല. അത് ശരിയായ ഒരു തീരുമാനമാണോ മഹാരാജൻ? അതാണ് മമുനെ നമ്മുടെ വിഷമം. എല്ലാവരും യാഗത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ ഉള്ളു പിടയുകയാണ്. ദക്ഷ മഹാരാജൻ, ദാക്ഷായണിയെ ഋഷഭവാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയ ശിവന്റെ നടപടിയെ നാം ന്യായീകരിക്കുന്നില്ല. എന്നാലും യാഗത്തിന് മകളായ ദാക്ഷായണിയെയും ജാമാതാവായ ശിവനെയും അങ്ങ് ക്ഷണിച്ചിരിക്കണം. നേരിട്ടു പോകാൻ വിഷമമുണ്ടെങ്കിൽ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശമെങ്കിലും ദൂതൻ വശം കൊടുത്തയക്കണം. ദേവർഷേ, നമ്മുടെ മനസ്സിന് അനിഷ്ടം പറഞ്ഞ് കർപ്പിക്കാതെ അനുഗ്രഹം ചൊരിഞ്ഞ് ധവളാമമാക്കാനാണ് അങ്ങേ ക്ഷണിച്ചിരിക്കുന്നത്. ശിവനെയും ദാക്ഷാണിയും ക്ഷണിക്കാൻ നാം തീരുമാനിച്ചിട്ടില്ല. നിന്നതിനെ വന്നിക്കാൻ പ്രേരിപ്പിക്കരുത്. വേദവല്ലി, നാം ദക്ഷനെ വീണ്ടും ഉപദേശിക്കാം. പിതാവ് ബ്രഹ്മദേവനെ കൊണ്ടും ഉപദേശിപ്പിക്കാം. യാഗശാലയിൽ കണ്ണീർ വീഴാൻ പാടില്ല. നാരായണ 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 നാരായണ. ദക്ഷ മഹാരാജൻ നടത്തുന്ന യാഗത്തിന് നമ്മളെ കൂടാതെ മറ്റെല്ലാ ദേവന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. മഹാതാപസികളും വരപ്രാപ്തരുമായ മാമുനിഗണവും ക്ഷണിതാക്കളാണ്. മഹാദേവനെ മാത്രം ക്ഷണിച്ചിട്ടില്ല. മഹാദേവനെ ക്ഷണിക്കാത്ത ദക്ഷയാഗത്തിന്റെ ഗതി എന്താകുമെന്ന് ഈരേഴ് 14 ലോകങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മഹാദുരന്തം സംഭവിക്കുമെന്ന് കൊടും ഭീതിയിലാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രദേവ, അങ്ങ് പറഞ്ഞതായ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാണ് ഞങ്ങൾ. ദേവന്മാരായ നമ്മളൊക്കെയും ശ്രീ പരമേശ്വരന്റെ ഭക്തന്മാരും ആശ്രിതരുമാണ്. എന്താപത്തുണ്ടായാലും നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ശ്രീ പരമേശ്വരനെയാണ്. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരനെ ക്ഷണിക്കാത്ത ഒരു യാഗത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടോ? ശ്രീ പരമേശ്വരന്റെ അപ്രീതി നാം ക്ഷണിച്ചു വാങ്ങേണ്ടതുണ്ടോ? വായുദേവനായ നമുക്കും അതിൽ ആശങ്കയുണ്ട് ദേവ. ശ്രീ പരമേശ്വരനെ അമ്പെ തുച്ഛനാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ദക്ഷയാഗത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. വായുദേവൻ പ്രകടിപ്പിക്കുന്ന ആശങ്കയിൽ അർത്ഥമില്ലെന്നാണ് വരുണദേവനായ നമ്മുടെ പക്ഷം. ക്ഷണിക്കപ്പെട്ടവരെല്ലാം യാഗത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അതിൽ ശ്രീ പരമേശ്വരന് നമ്മോട് അതൃപ്തി തോന്നേണ്ട കാര്യമില്ല. ശരിയാണ് വരുണദേവ.
യാഗത്തിൽ പങ്കെടുക്കുന്നവരോടെല്ലാം കോപം വച്ച് പുലർത്തുന്നത് ഉചിതമല്ലെന്ന് ശ്രീ പരമേശ്വരനും അറിയാം. നമ്മൾ ചിന്തിക്കേണ്ടത് ദക്ഷ മഹാരാജനെ കുറിച്ചാണ്. പ്രധാന ദേവന്മാരായ എല്ലാവരും യാഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ അഭാവം ദക്ഷരാജനാൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ദക്ഷന്റെ കോപത്തിന് നമ്മൾ പാത്രീഭൂതരാവുകയും ചെയ്യും. ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ ദേവ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഊഹവും ലഭിക്കുന്നില്ല. ഈ യാഗത്തിൽ നമ്മൾ പങ്കെടുക്കുക തന്നെ വേണം. ഇന്ദ്രദേവന്റെ അഭിപ്രായം അതാണെങ്കിൽ അതിനെ മാനിച്ച് എല്ലാ ദേവഗണങ്ങളും യാഗത്തിൽ പങ്കുകൊള്ളണം. അങ്ങനെയാകട്ടെ. യാഗത്തിന് മഹാദേവനെ ക്ഷണിക്കാത്തതിന്റെ ഭവിഷ്യത്തുകൾ മഹാദേവൻ തന്നെ തീരുമാനിക്കട്ടെ. നമ്മളായിട്ട് ദക്ഷന്റെ കോപത്തിന് കാരണക്കാരാകേണ്ട. നമ്മൾ ദേവന്മാരെല്ലാവരും യാഗത്തിന് പോവുക തന്നെ ചെയ്യും. ദേവിയുടെ വീണാവാദനം നമ്മെ വല്ലാതെ ആസ്വദിപ്പിച്ചു. മനസ്സിൽ മലയജ ശീതളിമ പടർന്ന അനുഭവം. ദേവാ, എത്രയോ കാലമായി അങ്ങ് നമ്മുടെ വീണാവാദനം ശ്രവിക്കുന്നു. എന്നിട്ടും ആവർത്തന വിരസത അനുഭവപ്പെടാതെ അങ്ങ് ആസ്വദിച്ചിരിക്കുന്നതിൽ നമുക്ക് സംതൃപ്തിയുണ്ട്. എന്നാലും നമുക്ക് ആശങ്ക ഒഴിയുന്നില്ല ദേവി. യാഗങ്ങളിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ അദമ്യമായ അഭിനിവേശം ദേവിക്കും അറിവുള്ളതാണല്ലോ. പക്ഷേ പരമേശ്വരനെയും ദാക്ഷായണിയെയും ക്ഷണിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ അത്രയ്ക്ക് ആശങ്ക അനുഭവപ്പെടുന്നുവെങ്കിൽ യാഗത്തിൽ പങ്കെടുക്കാതിരുന്നൂടെ? പങ്കെടുക്കാതിരിക്കാനോ? ദേവി എന്താലോചിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ മകൻ ദക്ഷൻ നമ്മെ നേരിട്ട് വന്ന് ക്ഷണിച്ചതല്ലേ യാഗത്തിന്. യാഗവേദിയിലെ നമ്മുടെ അസാന്നിധ്യം ഏവരാലും ശ്രദ്ധിക്കപ്പെടില്ലേ ദേവി? നമ്മുടെ അസാന്നിധ്യം പ്രഥമ വീക്ഷണത്തിൽ തന്നെ കഠിനമായ അലോസരം സൃഷ്ടിക്കുന്നത് ദക്ഷന് തന്നെ ആയിരിക്കും. യാഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എങ്കിൽ ഉമാമഹേശ്വരന്മാരെ കൂടി യാഗത്തിന് ക്ഷണിക്കണമെന്ന് അങ്ങ് മകനെ ഒരിക്കൽ കൂടി ഉപദേശിക്കുക. ഉപദേശിച്ചിട്ട് കാര്യമില്ല ദേവി. അജ്ഞാനമെന്ന അന്ധകാരത്തിൽ തിരിച്ചറിവിന്റെ തിരുവട്ടം പോലും കടന്നു ചെല്ലാത്ത മാനസികാവസ്ഥയിൽ ദക്ഷൻ അകപ്പെട്ടു പോയിരിക്കുന്നു. അനിവാര്യമായും തനിക്ക് സംഭവിക്കേണ്ട വിധിയുടെ കവാടങ്ങൾ ദക്ഷൻ തന്നെ തുറന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. യാഗത്തിന്റെ പരിണിത ഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണമെന്നത് നമ്മുടെ വിധിയും. പുറപ്പെടുക തന്നെ. നാരായണ 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 നാരായണ. പ്രണാമം ദേവീദേവന്മാരെ. പ്രണാമം മാമുനെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എടുത്തു പറയേണ്ട വിശേഷം ഭൂലോകത്ത് നടക്കുന്ന ബൃഹസ്പതി സദനമല്ലേ. എങ്ങും ബൃഹസ്പതി സദനമെന്നൊരു വാക്കേ കേൾക്കാനുള്ളൂ. ബൃഹസ്പതി സദനമോ? അങ്ങനെ ഒരു വാക്ക് നമ്മളിരുവരും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എന്താണത്? മഹായാഗം. ബൃഹസ്പതി സദനം പോലൊരു യാഗം ഭൂലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. നാരായണ നാരായണ. ആരാണ് ഈ യാഗം നടത്തുന്നത്? നാരായണ നാരായണ. ദേവീദേവന്മാർ അതും അറിഞ്ഞില്ലെന്നോ? മറ്റെല്ലാവരും അറിഞ്ഞിട്ടും
ജഗന്മാതാപിതാക്കൾക്ക് മാത്രം അജ്ഞാതമായ ഒരു സംഭവം നടക്കാൻ പോകുന്നു. പ്രപഞ്ചമായയിൽ ദേവീദേവന്മാരും അകപ്പെട്ടിരിക്കുന്നു. നാരായണ നാരായണ. നാരദരെ, ബൃഹസ്പതി സദനമെന്ന മഹായാഗം നടത്തുന്നത് ആരാണെന്നാണ് നമുക്കറിയേണ്ടത്. ദാക്ഷായണീ ദേവിയുടെ പിതാവും അങ്ങയുടെ മാതുലനുമായ ദക്ഷപ്രജാപതിയാണ് യാഗം നടത്തുന്നത്. നമ്മുടെ പിതാവ് ദക്ഷ പ്രജാപതിയോ? നാരദർക്കും ബുദ്ധിഭ്രമം സംഭവിച്ചോ? പിതാവ് ഒരു മഹായാഗം നടത്തുമ്പോൾ ആദ്യം അറിയേണ്ടത് നാമും നമ്മുടെ പതിയുമല്ലേ? ആദ്യം ക്ഷണിക്കേണ്ടതും നമ്മയല്ലേ? അപ്പോൾ നിങ്ങളെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ലെന്നോ? നാരായണ നാരായണ. ദേവന്മാർ, മാമുനിമാർ, രാജാക്കന്മാർ, മന്ത്രിമുഖ്യർ, പൗരപ്രമുഖർ, പരിവാരങ്ങൾ എന്നിവരെയെല്ലാം ദക്ഷമഹാരാജൻ ക്ഷണിച്ചു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങളെ ക്ഷണിച്ചില്ലെന്നോ? ക്ഷണിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു സന്ദേഹം. ദക്ഷയാഗത്തിന് ക്ഷണിച്ചില്ല എന്ന് പറയാൻ തക്കവണ്ണം ക്ഷണം കിട്ടിയില്ല എന്ന് ഉറപ്പാണോ? ഇല്ല നാരദരെ, ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നതാണ് സത്യം. ദക്ഷപ്രജാപതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി നാം ദാക്ഷായണിയെ അപഹരിച്ചു കൊണ്ടുവരികയാണല്ലോ ചെയ്തത്. അതിന്റെ പകയും വൈരാഗ്യവും തീർക്കാൻ, അങ്ങനെ ഞങ്ങളെ തുച്ഛരാക്കാൻ വേണ്ടിയാണ് ദക്ഷരാജൻ ഈ യാഗം നടത്തുന്നത്. ദേവീദേവന്മാരെ തുച്ഛരാക്കാൻ തക്കവണ്ണം അത്രയ്ക്ക് കേമത്വമോ ദക്ഷപ്രജാപതിക്ക്? അങ്ങനെ തുച്ഛരാകാനുള്ള സാഹചര്യം അനുവദിക്കരുത് ഭഗവാനെ. ഹവിസിന്റെ പങ്ക് അനുഭവിക്കേണ്ട ഭഗവാനെ ക്ഷണിക്കാത്തത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. നാരായണ നാരായണ. എന്തായാലും നാം ഇറങ്ങുന്നു. നാരായണ 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 നാരായണ.